കെമിസ്ട്രിയിൽ 2019 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച മുഴുവൻ 1 മാർക്ക് ചോദ്യങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ആസിഡ് സൊല്യൂഷന്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. pH is less than 7, 7നേക്കാൾ കുറവായിരിക്കും. അടുത്ത ചോദ്യം ഇതാണ്. തന്നിരിക്കുന്നതിൽ എന്താണ് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി? ഇതിൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ളത് ഹീറ്റ് കപ്പാസിറ്റി ആണ്. ടെമ്പറേച്ചറും പ്രഷറും മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതിന്റെ അടുത്ത ചോദ്യം ഇതാണ്. 3p ഓർബിറ്റലിന്റെ റേഡിയൽ നോട്ട്സിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയൽ നോട്ട്സിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് n-l-1 ആണ്. 3pയിലെ n വാല്യൂ 3 ആണ് ആൻഡ് pയുടെ l വാല്യൂ 1 ആണ്. സോ 3 - 1 - 1 3 - 2 ആണ്. 1 എന്നാണ് ആൻസർ കിട്ടുക. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് among the following cannot act both as Bronsted acid and base? തന്നിരിക്കുന്നതിൽ ബ്രോൺസ്റ്റഡ് ആസിഡായും ബേസായും ആക്ട് ചെയ്യാൻ സാധിക്കാത്തത് ആരാണെന്നാണ്. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ സി, കാർബൺ ഡയോക്സൈഡ്. ആൻഡ് അടുത്ത ചോദ്യം ഇതാണ്. ദ ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ഇൻ ഓർത്തോനൈട്രോഫീനോൾ. ഓർത്തോനൈട്രോഫീനോളിൽ പ്രസന്റ് ആയിരിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. CuOന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതണം. അതിനാദ്യം കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയണം. ഇവിടെ ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും കോപ്പർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ്. ഇനി നിങ്ങൾ സെൻട്രൽ മെറ്റൽ ആയിട്ടുള്ള കോപ്പറിനെ എഴുതുക. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രാക്കറ്റിൽ ഇടുക, 2 ആണ്. ആൻഡ് ബാക്കിയുള്ള ഓക്സിജനെ നമ്മൾ പുറത്തേക്ക് എഴുതുന്നു. ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് CuO.